ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളെ ഏവരും കാത്തിരിക്കുന്ന നയനയുടെയും ആദർശിന്റെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസമൊക്കെ ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കടന്നാലോ. അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം. അതിനോടൊപ്പം തന്നെ മാക്സിമം എല്ലാവരും ഒരു ലൈക്ക് അടിച്ചിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രദ്ധിക്കണേ. അപ്പൊ ഇന്ന് തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് അനാമികനെയും രേവതിനെയും വേണുവിനെയാണ്. അങ്ങനെ വേണു അനാമികയോടും രേവതിയോടും ഹോസ്പിറ്റലിലെ കാര്യങ്ങളൊക്കെ പറയുകയാണ്. മോളെ, കാര്യങ്ങൾ കുറച്ച് സീരിയസ് ആണ്, എല്ലാം കൈവിട്ട് പോകുന്ന പോലെയാണ് തോന്നുന്നത് എന്ന് പറഞ്ഞപ്പോ രേവതി ചോദിച്ചു, എന്തു പറ്റി? ഹോസ്പിറ്റലിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇനിയിപ്പം ദേവയാനി ജീവിതത്തിലേക്ക് തിരിച്ചു വരില്ലേ? ജീവിതത്തിലേക്ക് തിരിച്ചു വരുമോ ഇല്ലയോ എന്നൊക്കെ ദൈവത്തിന് മാത്രമേ അറിയത്തുള്ളൂ. ഇപ്പം ദേവയാനിയുടെ കരളിനെയും കൂടി ആ വിഷം ബാധിച്ചെന്നാ പറഞ്ഞിരിക്കുന്നത്. ഈശ്വര, അപ്പം ദേവയാനി മരിച്ചു പോകുന്നാണോ പറയുന്നേ? മരിച്ചു പോയേക്കാം, ജീവിതത്തിലേക്ക് തിരിച്ചു വന്നേക്കാം. പക്ഷേ ഇതിനിടയിൽ വേറൊരു കാര്യമുണ്ട്. ഇനി ആരെങ്കിലും കരള് കൊടുക്കാൻ തയ്യാറായെങ്കിൽ മാത്രമേ ദേവയാനിക്ക് ജീവിതം ഉണ്ടാകത്തുള്ളൂ എന്ന്. ഇത് കേട്ട ഉടനെ തന്നെ നമ്മുടെ അനാമിക പറഞ്ഞു, അതിനിപ്പം കരള് കൊടുക്കാനൊക്കെ ആരെങ്കിലും മുന്നോട്ടേക്ക് വരുമോ? അങ്ങനെ മുന്നോട്ടേക്ക് വന്നില്ലെങ്കിൽ മോളെ നീയാ പേടിക്കേണ്ടത്. കാരണം ഉണ്ട്, നിന്റെയും ദേവയാനിയുടെയും ബ്ലഡ് ഗ്രൂപ്പ് ഒന്നായതുകൊണ്ട് തന്നെ ഈ ഒരേ ബ്ലഡ് ഗ്രൂപ്പ് ഉള്ളവർക്കല്ലേ ഈ കരളൊക്കെ കൊടുക്കാനും പറ്റത്തുള്ളൂ. അപ്പൊ പിന്നെ അവര് നിന്നെ തേടി വരാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞപ്പോ, എന്നെ തേടി വരാനോ? കരള് കൊടുക്കാനോ? അച്ഛാ ഒന്ന് കരള് പോയിട്ട് രക്തം കൊടുക്കാൻ വരെ എനിക്ക് പേടിയാ. പിന്നെയല്ലേ എന്റെ ശരീരം കീറി മുറിച്ച് കരള് കൊടുക്കുന്നത് ഞാൻ. പറ്റില്ല, അതിനെനിക്ക് പറ്റില്ലെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ മോളെ. അവര് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇല്ല എനിക്ക് കൊടുക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞാൽ കൊടുക്കാൻ പറ്റില്ല. പിന്നെ കരള് കൊടുത്ത് ആ തള്ളയുടെ ജീവൻ രക്ഷിക്കാനേ ആ തള്ള എന്റെ ആരാ? ഞാൻ പറഞ്ഞു വെച്ചാ ഇതിന് എന്നെ ആരും നിർബന്ധിക്കാൻ പാടില്ല. അല്ല മോളെ, ഞങ്ങൾ നിർബന്ധിക്കില്ല, കാരണം ഞങ്ങൾക്ക് താല്പര്യമുള്ള കാര്യമല്ല. പിന്നെ ആര് കരള് കൊടുക്കാൻ വരാനാ? ഇനിയിപ്പം ആ തള്ള മരിച്ചു പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കേസും പൊക്കാണൊക്കെ ആയിട്ട് നമ്മുടെ പുറകെ ആരെങ്കിലും വരുമോന്നാ എനിക്ക് പേടി. അയ്യോ, അങ്ങനെ വല്ലതും ഉണ്ടാകുമോ എന്നിങ്ങനെ രേവതി ചോദിക്കുകയാണ്. അങ്ങനെ ഉണ്ടായാല് അതിൽ നിന്ന് രക്ഷപ്പെടാൻ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാം. ഏതായാലും അറിയാലോ. ഇനിയിപ്പോ ഇങ്ങനെയൊക്കെ അങ്ങോട്ട് പോട്ടെ. മോള് എന്നും ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ശരിയാവില്ല. പതുക്കെ മോൾ ഒരു കാര്യം ചെയ്യണം, അനന്തപുരിയിലേക്ക് ചെല്ലണം. അങ്ങോട്ടേക്ക് ചെന്നില്ലെങ്കിലേ ഈ വിഷയം വളർന്നു വലുതാകും. മോൾ അവിടെ ചെന്ന് എല്ലാവരെയും തഞ്ചത്തിൽ വശത്താക്കുക ചെയ്യേണ്ടത്. ഇടയ്ക്ക് ഞാൻ മോളോട് പറഞ്ഞു ഹോസ്പിറ്റലിലേക്ക് ഒന്ന് പോകണമെന്ന്. പിന്നെ ഇനി ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോകാം, എനിക്ക് പേടിയാ. ഇനി അവിടെ ചെന്നിട്ട് അവരെന്റെ ഹൃദയം എടുത്ത് അങ്ങോട്ട്, എന്റെ കരലെടുത്ത് അങ്ങോട്ട് വെക്കാനെങ്ങാനും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അച്ഛാ വേറെ പണിയില്ലേ എനിക്ക്. ഞാൻ പറഞ്ഞു, അവിടെ ഒരുത്തി ഉണ്ടല്ലോ നയന പോയി നിൽക്കുന്നവള്, അവളുടെ കരള് കൊടുക്കുവോ? ഇല്ലല്ലോ. എന്നിട്ട് ഇപ്പൊ എന്റെ പുറകെ വരാനിരിക്കുക. ഞാൻ പോകുന്നില്ല ഇനി ഹോസ്പിറ്റലിലേക്ക്, എനിക്ക് പേടിയാ എന്നും പറഞ്ഞ് അനാമിക അങ്ങ് പോയിട്ടോ. അപ്പൊ രേവതി പറഞ്ഞു, ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മോളുടെ ജീവിതം കോഞ്ഞാട്ടേ ആവുന്ന എനിക്ക് തോന്നുന്ന മനുഷ്യ എന്ന് പറഞ്ഞപ്പം, അതിനു മുമ്പ് എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യണം. കുറച്ച് പൈസയും കൂടെ കിട്ടുവാണെങ്കിൽ കടമൊക്കെ വീടായിരുന്നു. അതിന് നിന്റെ മോള് സമ്മതിക്കണ്ടേ? നിന്റെ മോളുടെ വാശിയാണല്ലോ ഇവിടെ ജയിക്കേണ്ടത്. അതിന് ഞാനല്ലല്ലോ എന്റെ മോളെ വാശി പിടിപ്പിക്കാൻ പഠിപ്പിച്ചത്, നിങ്ങൾ തന്നെയല്ലേ. വേണ്ടതെല്ലാം മേടിച്ചു കൊടുത്ത് വാശി പിടിപ്പിക്കുന്നതൊക്കെ നിങ്ങൾ തന്നെയാ. നിങ്ങളായി നിങ്ങളുടെ വാടായി എന്ന് പറഞ്ഞ് രേവതി അങ്ങ് പോയി കേട്ടോ. അങ്ങനെ വേണു ഇങ്ങനെ നിൽക്കുകയാണ്. ഇതേ സമയം പിന്നെ കാണിക്കുന്നത് നമ്മുടെ നയനയാണ്. അപ്പൊ നയന ഹോസ്പിറ്റലിൽ ഇങ്ങനെ കിടക്കുകയാണ്. അപ്പം കുറച്ച് ഡോക്ടേഴ്സ് ഒക്കെ നമ്മുടെ നയനയോട് സംസാരിക്കുകയാണ്. അങ്ങനെ ചെക്കപ്പ് ഒക്കെ കഴിഞ്ഞു നയനയുടെ. അപ്പൊ ഡോക്ടർ പറഞ്ഞു, ഇപ്പൊ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും നിലവിലില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ കരള് കൊടുക്കാൻ തയ്യാറാണല്ലോ. പിന്നെ ഇതിനിടയിൽ കുറച്ച് ഡോക്ടേഴ്സിന് നിങ്ങളോട് സംസാരിക്കണം, ചെറിയൊരു കൗൺസിലിംഗ് ഒക്കെ തരണം എന്ന് പറഞ്ഞപ്പം, കൗൺസിലിങ്ങിന്റെ ഒന്നും കാര്യമില്ല ഡോക്ടറെ. കാരണം ഈ കൗൺസിലിംഗ് ഒക്കെ കൊടുക്കുന്നത് ഇതിന് തയ്യാറായിട്ട് വരാത്തവർക്ക് വേണ്ടിയല്ലേ. ഞാൻ വില്ലിങ് ആണ് ഇതിന്, എനിക്ക് പ്രശ്നമേ ഇല്ല. എന്റെ അമ്മയുടെ ജീവൻ രക്ഷിക്കാന് ഞാൻ 100% എനിക്ക് എന്റെ മനസ്സിന്റെ ആ ഒരു ഇതോടുകൂടി തന്നെയാണ് ഞാൻ വന്നു നിൽക്കുന്നത്. അല്ലാതെ ആരും എന്നെ പറഞ്ഞ് നിർബന്ധിച്ചിട്ടോ അങ്ങനെയൊന്നും അല്ലെന്ന് പറഞ്ഞപ്പം, അത് പിന്നെ എങ്കിലും കൗൺസിലിംഗ് വേണം. അതങ്ങനെയാണ്. ഇപ്പം ഈ ഒരു ശസ്ത്രക്രിയ നടത്തുന്നതിന് മുമ്പായിട്ട് തന്നെ ഇത് കൊടുക്കുന്ന ആളിനെ കൗൺസിലിംഗ് സാധാരണ കൊടുക്കാറുണ്ട്. പിന്നെ തനിക്കറിയാലോ ഇത് എത്രത്തോളം രൂക്ഷമാണെന്നും. ഇത് നമ്മുടെ കേരളത്തിൽ തന്നെ വളരെ കുറച്ചു പേർക്ക് മാത്രമേ ഇങ്ങനെ കരൾ മാറ്റിയൊക്കെ വെച്ചിട്ടുള്ളതെന്ന് അറിയാലോ. പിന്നെ ഇത് സക്സസ് ആകണം എന്ന് തന്നെയാണ് ഞങ്ങള് കരുതുന്നത്. അങ്ങനെ സക്സസ് ആകുക തന്നെ വേണമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും നയന പറഞ്ഞു, ഞാൻ മരിച്ചു പോയാലും എന്റെ ജീവൻ നഷ്ടപ്പെട്ടാലും എന്റെ അമ്മയുടെ ജീവൻ നഷ്ടപ്പെടരുത് ഡോക്ടർ. എന്റെ അമ്മേനെ അത്ര ഇഷ്ടമാണ് എല്ലാവർക്കും. എന്റെ അമ്മയുടെ സ്വഭാവം അത്രയ്ക്ക് നല്ലതാണെന്ന് പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഈ നല്ല സ്വഭാവമുള്ള അമ്മയാണോ മോളെ മരുമകളെ ഇങ്ങനെ അകറ്റി നിർത്തുന്നത്? സ്വന്തം രക്തം കൊടുത്തിട്ട് പോലും മരുമകളോടൊരു സ്നേഹം കാണിച്ചിട്ടില്ലെന്ന് പറഞ്ഞപ്പം അടുത്തുനിന്ന് ഡോക്ടർ ചോദിച്ചു, ഓഹോ അങ്ങനെയൊക്കെ ഉണ്ടല്ലേ. സ്വന്തം മരുമകളോടാ ദേഷ്യം. ഈ മരുമകളാ ഇങ്ങനെയൊക്കെ ചെയ്തതെന്നാ ദേവയാനി പറയുന്നത്. എന്ത് ചെയ്യാരാ, ഇതുവരെ അമ്മായിയമ്മയ്ക്ക് തിരിച്ചറിവ് വന്നിട്ടില്ല. ഈ മരുമകളാണ് ബ്ലഡ് കൊടുത്ത് രക്ഷിച്ചതെന്നും പറയാനും പറ്റാത്ത ഒരവസ്ഥയാണ്. ഇനിയിപ്പോ ഈ കരള് കൊടുത്താൽ പോലും അത് പറയാൻ പറ്റുമോന്ന് അറിയില്ല.
അതുപോലെ വയലന്റ് ആയിട്ട് നിൽക്കുന്ന ഒരു സ്ത്രീയാണ് എന്നൊക്കെ ഇങ്ങനെ ഡോക്ടേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സംസാരിക്കുകയാണ്. അങ്ങനെ നയനയോട് പറഞ്ഞു, എങ്കിൽ പിന്നെ നിങ്ങൾ റെഡി ആയിക്കോ, ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്യാം. പിന്നെ നിങ്ങളുടെ മാതാപിതാക്കളോട് ഇത് പ്രത്യേകം പറയണം. മാതാപിതാക്കളെ അറിയിക്കാതിരിക്കാൻ പറ്റില്ല. കാരണം ആ ഒരു അവകാശം മാതാപിതാക്കൾക്കുള്ളതാണ്. നിങ്ങൾക്ക് ജന്മം നൽകിയ മാതാപിതാക്കളാണല്ലോ. അപ്പൊ അത് മാതാപിതാക്കളോട് പറയുക തന്നെ വേണം എന്ന് പറയുന്നുണ്ട് കേട്ടോ, കനകദുർഗയോടും ഗോവിന്ദനോടൊക്കെ. ഏതായാലും ഈ ഒരു സീൻ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാൽ ജയനും നമ്മുടെ ആദർശും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ജയൻ പറയുകയാണ്, സത്യം പറയാലോ, ഇങ്ങനെ ഒരു മരുമകളെ കിട്ടിയത് എന്റെ ഭാഗ്യം തന്നെയാണ്. അത് നിന്റെ അമ്മയ്ക്ക് അറിയാൻ ഇതുവരെ പറ്റിയില്ലല്ലോടാ. നിന്റെ അമ്മയുടെ ജീവൻ രക്ഷിക്കാൻ പോകുന്നത് അവളാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാല് നിന്റെ അമ്മയ്ക്ക് ഇനിയെങ്കിലും ആ ഒരു സ്നേഹം ഉണ്ടാവുമോ? ആ കരള് പകുത്ത് നൽകുന്നതിന്റെ ആ ഒരു സ്നേഹമെങ്കിലും ഉണ്ടായാൽ മതിയായിരുന്നു പറഞ്ഞപ്പോ, അത് ഉണ്ടാവുന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. ഇനിയിപ്പോ ഞാൻ അതൊന്നും ചിന്തിക്കുന്നില്ല. ഒരു സൈഡിൽ ഭാര്യ, ഒരു സൈഡിൽ അമ്മ, ഇത് ആരുടെ കൂടെ ഞാൻ നിൽക്കണം എന്നൊന്നും എനിക്ക് അറിയില്ല. നീ ആരുടെ കൂടെ നിൽക്കണം? നിന്റെ ഭാര്യയുടെ കൂടെ തന്നെ നിൽക്കണം. കാരണം നിന്റെ ഭാര്യ നിനക്കിപ്പോൾ ദൈവമാണ്. നമ്മുടെ വീട്ടില് അവക്ക് പ്രത്യേകിച്ച് വേറൊരു പൊസിഷനും ഇല്ല. ഒരു മരുമകൾ എന്ന സ്ഥാനം മാത്രമേ ഉള്ളൂ. പിന്നെ ദേവയാനി നിന്റെ അമ്മയൊന്നും അല്ലല്ലോ നയന. പക്ഷെ നിന്റെ അമ്മയുടെ സ്ഥാനത്ത് നിന്ന് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നയനയാ. അത് നീ മറക്കരുത്. അവളോട് എത്ര കടപ്പെട്ടാലും എത്ര കടപ്പെട്ടിരിക്കുന്നു എന്ന് ആ ഒരു ഇത് മനസ്സിൽ വേണമെന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും എനിക്കറിയാം അച്ഛാ, ഒരിക്കലും ആരും ചെയ്യാൻ തയ്യാറാകാത്ത കാര്യങ്ങളൊക്കെ നയന് ചെയ്യുന്നത് അവളെ ഞാൻ പണ്ട് ഒരുപാട് വെറുത്തിരുന്നു, ഒരുപാട് ദ്രോഹിച്ചിരുന്നു. അതൊക്കെ ഓർത്തിട്ട് ഇപ്പൊ എന്റെ മനസ്സിന് വല്ലാത്ത വേദന തോന്നുന്നുണ്ട്. ഏതായാലും ഇനിയിപ്പം എങ്ങനെയെങ്കിലും എൻ്റെ അമ്മയുടെ ജീവൻ തിരിച്ചു പിടിക്കണം. അതിന് നയന തയ്യാറാണ്. അവക്ക് സമ്മതമാണെങ്കിൽ മാത്രം, ഇല്ലെങ്കിൽ ഞാൻ അവളെ നിർബന്ധിക്കാനൊന്നും പോകുന്നില്ല എന്ന് പറഞ്ഞപ്പം നയന വരികയാണ്. അപ്പൊ നയന വന്നിട്ട് ഇവരോട് പറയുകയാണ്, ഇനിയിപ്പൊ പ്രശ്നമൊന്നുമില്ല, ഡോക്ടർ പറഞ്ഞു എല്ലാം കുഴപ്പമില്ല, കരള് കൊടുക്കാൻ എനിക്ക് കുഴപ്പങ്ങളൊന്നുമില്ല, പരിശോധനയിലൊന്നുമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാം, നിങ്ങൾ രണ്ടുപേരും ഇനി വീട്ടിൽ പൊക്കോ, കുറച്ച് നേരം നിങ്ങൾ പോയി റെസ്റ്റ് എടുക്കുക. ആദർശേട്ടൻ ഉറങ്ങിയിട്ടൊക്കെ വാ, ഞാനിവിടെ നിന്നോളാം. ഇനിയിപ്പോ ഞാൻ എപ്പോഴും ഇവിടെ വേണമല്ലോ. ഡോക്ടർമാർ പറയുകയും ചെയ്തു ഇനി പോകാനും പറ്റില്ല എന്ന്, എപ്പോഴും ഇവിടെ കാണുകയും ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനിയും കുറച്ച് ചെക്കപ്പ് കൂടെ ഒക്കെ ഉണ്ട്, അതുകൊണ്ട് നിങ്ങൾ പൊക്കോളാൻ ഇങ്ങനെ പറയുകയാണ്. അപ്പോഴത്തേക്കും ആദർശ് നയനയുടെ അടുത്ത് വന്നിട്ട്, നയന നിന്നോട് ഞാൻ എങ്ങനെ നന്ദി പറയണമെന്നൊന്നും എനിക്ക് അറിയില്ല നയന. പിന്നെ നിന്റെ പൂർണ്ണ സമ്മതത്തോടു കൂടി തന്നെയാണോ നീ ഇത് ചെയ്യുന്നത്? എനിക്കിപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞപ്പോൾ ആദർശേട്ടൻ സത്യാവസ്ഥ ഒന്ന് മനസ്സിലാക്കിയത് എന്റെ സമ്മതത്തോടു കൂടിയല്ലേ ഞാൻ ചെയ്യുന്നത്. എനിക്ക് മനസ്സിന് ഉറപ്പുണ്ട് നമ്മുടെ അമ്മ തിരിച്ചു വരും, എനിക്ക് തിരിച്ചു കൊണ്ടുവന്നേ പറ്റൂ. അതുകൊണ്ട് ആദർശേട്ടൻ ഇതൊന്നും ഓർത്ത് വിഷമിക്കണ്ട, ഇപ്പൊ പോകാൻ പറഞ്ഞു. അങ്ങനെ നമ്മുടെ ആദർശ് പറഞ്ഞു, എങ്കിൽ പിന്നെ ഞാൻ പോയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്ക് ചെയ്യാനുണ്ട്, അതുപോലെ തന്നെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് വരാം എന്നിങ്ങനെ പറഞ്ഞിട്ട് ആദർശ് അവിടെ നിന്ന് പോകുകയാണ് കേട്ടോ. അപ്പൊ അതിന്റെ ഇടയിൽ നമ്മുടെ ജയനോട് ഇവര് ജ്വല്ലറിയുടെ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. പിന്നെ ഞാൻ അത് പറയാത്തതാണ് കേട്ടോ, ഒത്തിരി വലിച്ചു നീട്ടി അങ്ങ് പോകണ്ടല്ലോ എന്ന് ഓർത്തിട്ടാണ് പറയാത്തത്. അപ്പൊ ഏതായാലും ഇവര് നമ്മുടെ ആദർശ് വീട്ടിലേക്ക് പോവുകയാണ്. അപ്പൊ ആദർശ് വീട്ടിലേക്ക് പോകുന്നതിന്റെ ഇടയ്ക്ക് ജയന് നയനയോട് സംസാരിക്കുകയാണ്, മോള് എത്ര നന്ദി പറഞ്ഞാലും എനിക്ക് മതിയാവില്ല, മോള് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്തോ എനിക്കറിയില്ല, ഇപ്പൊ ഞാൻ ദൈവത്തിന്റെ സ്ഥാനത്താണ് കാണുന്നതെന്നൊക്കെ പറയുമ്പോൾ അച്ഛൻ ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ല. ചിലപ്പോൾ ദൈവത്തിന്റെ ഒരു നിയോഗമായിരിക്കാം ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ളത്. അതുകൊണ്ട് എനിക്ക് പ്രശ്നങ്ങളൊന്നും തന്നെയില്ല, ഞാൻ സന്തോഷത്തോടു കൂടി തന്നെ ഇതൊക്കെ ചെയ്യുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ. അതിനിടയിൽ നമ്മുടെ നയന പറയുന്നുണ്ട്, ഒരിക്കലും ഇത് അമ്മ അറിയാൻ പാടില്ല, ഒരിക്കലും ഇത് അമ്മ അറിയരുത്, ഈ കരള് ഞാനാണ് കൊടുത്തത് എന്ന് ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്ന അമ്മ അറിയാൻ പാടില്ല, അങ്ങനെ ഒരു വാക്കും കൂടെ എനിക്ക് തരണം എന്ന് പറയുന്നുണ്ട്. ഏതായാലും ഈ ഒരു സീൻ കഴിഞ്ഞ് കാണിക്കുന്നത് ആദർശ് നേരെ നമ്മുടെ അനന്തപുരിയിലേക്ക് ചെല്ലുകയാണ്. അവിടെ മൂർത്തി മുത്തശ്ശനും വസുന്ധര മുത്തശ്ശിനെയും കാണിക്കുന്നു. അങ്ങനെ മൂർത്തി ചോദിക്കുക, അല്ല മോനെ നീ ഇപ്പം എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നത്? അത് പിന്നെ കുറച്ച് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ടാ. എന്റെ മോനെ, വർഷങ്ങളായിട്ട് എനിക്ക് അറിയാവുന്ന ഹോസ്പിറ്റലാ, നിന്നെക്കാളും ഒരുപാട് മുമ്പ്. അങ്ങനെ അവിടെ വെച്ച് നടക്കുന്ന സംഭവങ്ങൾ എന്നോട് പറഞ്ഞില്ലെങ്കിലും എനിക്ക് അവിടുത്തെ ഡീറ്റെയിൽസ് ഒക്കെ കിട്ടും. ദേവയാനിക്ക് കൂടുതലല്ലേ മോനെ എന്നിങ്ങനെ പറഞ്ഞു. ഇത് കേട്ടത് ആദർശനൊന്നും പറയാൻ പറ്റത്തില്ല, അതൊരവസ്ഥയായി പോയിട്ടോ. അപ്പൊ എല്ലാവരും അറിഞ്ഞു എന്ന് മനസ്സിലായി. അങ്ങനെ മുത്തശ്ശൻ പറഞ്ഞു, കരൾ സംബന്ധമായ അസുഖമാണല്ലേ ഇപ്പൊ ദേവയാനിക്ക്. അമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ല മുത്തശ്ശ, ഉള്ളിൽ ചെന്ന വിഷം ചതിച്ചത്, ആ വിഷം കരളിനെ ബാധിച്ചു. അപ്പം കരള് മാറ്റി വെക്കേണ്ടി വരുമല്ലേ? അങ്ങനെയാ ഡോക്ടർ പറഞ്ഞത്. അപ്പം വസന്തര അങ്ങ് കരയാൻ തുടങ്ങി കേട്ടോ. എന്ത് മഹാഭാവ ഈ ചെയ്തത്, അതുകൊണ്ടാ അതിനുള്ള ഫലമാ ഇപ്പം ദേവയാനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും മുത്തശ്ശൻ പറഞ്ഞു, വസന്തര നീ മിണ്ടാതിരിക്കുക, നടക്കേണ്ടത് നടക്കും. പിന്നെ എന്റെ മനസ്സിന് കുറച്ച് കട്ടി കൂടുതലുള്ളത് കൊണ്ട് തന്നെ ഇത് കേട്ടിട്ട് എനിക്ക് വേറൊന്നും തോന്നുന്നില്ല. അപ്പോഴത്തേക്കും ആദർശ് പറഞ്ഞു, മുത്തച്ഛ പ്രാർത്ഥിക്കണം, അത് തന്നെയാ എനിക്ക് പറയാനുള്ളത്. മാലയിട്ട് മലയ്ക്ക് പോകുകയാണല്ലോ, അതുകൊണ്ട് തന്നെ മോനും ഒന്ന് മുറുകെ ദൈവത്തെ പിടിച്ച് പ്രാർത്ഥിച്ചോ.
അപ്പോഴത്തെ വസുന്ധര പറഞ്ഞു, ദേവയാനിനെ സഹായിക്കാൻ ആരെങ്കിലും മുന്നോട്ടേക്ക് വന്നിട്ടുണ്ടോ മോനെ? ഒരാള് വന്നിട്ടുണ്ട് മുത്തശ്ശി. അല്ല, അതാരായാലും ശരി, അയാൾക്ക് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കണം. ജീവൻ ദാനമായിട്ട് കൊടുക്കാൻ വന്നവരാ. അങ്ങനെയുള്ളവര് ചിലപ്പോൾ പാരിതോഷങ്ങളൊന്നും മേടിച്ചില്ലെന്ന് വരും, എങ്കിലും കണ്ടറിഞ്ഞ് നമ്മൾ കാര്യം ചെയ്യണം. അവരുടെ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കണം. അങ്ങനെ മുത്തശ്ശൻ പറഞ്ഞ പോലെ പാരിതോഷികങ്ങളൊന്നും വാങ്ങാത്ത ആളാ സഹായത്തിന് എത്തിയിരിക്കുന്നത്. ദേവയാനിക്ക് രക്തം ദാനമായിട്ട് കൊടുത്തിരിക്കുന്നത് അത് നയനമോളാണെന്ന് ദേവയാനിക്ക് അറിയില്ല. അതുകൊണ്ടല്ലേ നിങ്ങൾ ദേവയാനിയുടെ അടുത്തുനിന്ന് എല്ലാം മാറ്റി വെക്കുന്നത്? അവള് വയലന്റ് ആകും എന്ന് പറഞ്ഞുകൊണ്ട്. ഇനിയിപ്പം എന്നാണോ അവൾ ഇതെല്ലാം തിരിച്ചറിയുന്നത്? ഇനിയിപ്പം എല്ലാ കാര്യങ്ങളും തെളിയുന്ന ദിവസം ദേവയാനിക്ക് മരുമകളോട് സ്നേഹം വരും, അതെനിക്കറിയാം. പിന്നെ ഇനിയിപ്പം കരള് മാറ്റി വെച്ചു കൊടുക്കുന്ന ആ ഒരു സംഭവം കൂടെ ഇത് ദൈവം തന്നെയാ കൊണ്ടുവന്നത്. ദൈവം തന്നെയാ ഇങ്ങനെയൊക്കെ ആക്കി തീർത്തത്. അവളുടെ അഹങ്കാരത്തിനുള്ള ശിക്ഷ ഈ സമയത്ത് ഇതൊന്നും പറയാൻ പറ്റുന്നതല്ല. പിന്നെ ഒരു കാര്യം മോന്റെ അമ്മയോട് പറയണം. നിന്റെ ഭാര്യനെ കൂടുതൽ സങ്കടപ്പെടുത്താൻ പാടില്ല എന്ന്. അത് നീ പറയുക തന്നെ ചെയ്യണം. കാരണം അത്രയ്ക്ക് സ്നേഹിക്കുന്നുണ്ട് നയന ദേവയാനിനെ. ഞാൻ ഒരുപാട് പറയുന്നുണ്ട് മുത്തച്ഛ, പക്ഷെ അമ്മ അങ്ങോട്ട് ഉൾക്കൊള്ളുന്നില്ല. അമ്മയ്ക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. അപ്പൊ വസന്തര് പറഞ്ഞു, അത് തന്നെയാ കുഴപ്പം. ഹൃദയം കൊടുക്കണം എന്ന് പറഞ്ഞാൽ അതുപോലും കൊടുക്കാനുള്ള മനസ്സുള്ള ആളാ മോള്. അത് ഇനിയെങ്കിലും മോന്റെ അമ്മ തിരിച്ചറിഞ്ഞില്ലെങ്കിലേ ഇനിയിപ്പൊ ദേവയാനിക്ക് എപ്പോഴും ഒരു മാറ്റം ഉണ്ടാവുന്നത്. മരണക്കിടക്കയില്ല, എന്നിട്ട് പോലും മാറിയില്ലെന്ന് പറഞ്ഞാല്. അപ്പോഴത്തേക്ക് മുത്തച്ഛനും പറഞ്ഞു, ഇപ്പൊ പോലും നയന കാവലിരിക്കല്ലേ അവിടെ? അതെ, അവളവിടെ ഉണ്ട്. ഞാന് ഡ്രസ്സൊക്കെ എടുത്തിട്ട് അങ്ങോട്ടൊന്ന് ചെല്ലട്ടെ എന്ന് പറഞ്ഞു കേട്ടോ. പക്ഷെ നമ്മുടെ നയനയാണ് ആ ഒരു കരള് കൊടുക്കുന്നത് എന്ന് ആദർശ് പറഞ്ഞിട്ടില്ല. പാരിതോഷികങ്ങളൊന്നും വേണ്ടാത്ത ഒരാളാണെന്നേ പറഞ്ഞിട്ടുള്ളൂ, അല്ലാതെ കരള് കൊടുക്കുന്ന നയനയാന്ന് പറഞ്ഞിട്ടില്ല കേട്ടോ. ഇതേ സമയം കാണിക്കുന്നത് ഡോക്ടറുടെയാണ്. അപ്പം ഡോക്ടർ ആദർശനോട് സംസാരിക്കുകയാണ്. ആദർശ നേരെ ഹോസ്പിറ്റലിലേക്ക് ചെന്നു കേട്ടോ. അപ്പം ഡോക്ടർ പറഞ്ഞു, പിന്നെ നയന എല്ലാ ഡോക്യുമെന്റ്സിലും ഒപ്പിട്ട് തന്നിട്ടുണ്ട്. ഇനിയിപ്പം നയനയുടെ ബന്ധുക്കളെയൊക്കെ വിവരം അറിയിച്ചേ പറ്റൂ. അത് പിന്നെ നയനയുടെ അച്ഛൻ 2 തവണ അറ്റാക്ക് വന്ന ആളാ. അതുകൊണ്ട് അവളുടെ വീട്ടിൽ തൽക്കാലം വിവരം അറിയിക്കേണ്ടെന്നാ പറയുന്നത്. ഇത് വല്ലാത്തൊരു അത്ഭുതമാണല്ലോ നിങ്ങളുടെ ലൈഫ്. നയനയുടെ സഹായം സ്വീകരിക്കുന്ന ആള് ആരാണെന്ന്, ആ കർമ്മം ചെയ്യുന്നതെന്ന് അറിയുന്നില്ല. അതുപോലെ തന്നെ ദേവയാനിയുടെ മറ്റു പല ബന്ധുക്കളോടും ഇത് പറഞ്ഞിട്ടുമില്ല. മൂർത്തി സാറിനോടും ഭാര്യയോടും പറയണ്ട എന്ന് മുൻപേ പറഞ്ഞത് കൊണ്ടാ ഞാന് അത് പറയാത്തത്. സാറിനെ വിളിച്ചായിരുന്നു, എങ്കിലും ഇങ്ങനെ മൂടി വെച്ച് ചെയ്യേണ്ട ഒന്നല്ല ഇത്, അത് മനസ്സിലാക്കണം. അറിയാം ഡോക്ടർ, എനിക്കെല്ലാം അറിയാം. അമ്മയ്ക്ക് നയനോടുള്ള സമീപനം എന്താണെന്ന് ഡോക്ടർക്ക് മനസ്സിലാകുന്നുണ്ടല്ലോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ ഒരിക്കലും അമ്മയുടെ രോഗം മാറാൻ ആഗ്രഹിക്കില്ല. ആ കരള് ദാനമായിട്ട് സ്വീകരിക്കില്ല. മരുമകളുടെ ആ ഒരു ഔദാര്യം കൊണ്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നതല്ല. ഇത് തന്റെ വീട്ടിൽ മാത്രമല്ലടോ, മിക്ക കുടുംബങ്ങളിലും ഇതൊക്കെ ഉണ്ടാവാറുണ്ട്. പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് തെറ്റിദ്ധാരണയോടെയാ പലരും മുന്നോട്ടേക്ക് പോകുന്നത്. ആൾക്കാരുടെ യഥാർത്ഥ സ്വഭാവം എന്താണെന്ന് തിരിച്ചറിയാതെ ബന്ധങ്ങൾ ശിഥിലമാകുന്ന രീതിയിൽ ഇന്ന് മിക്ക കുടുംബങ്ങളിലും ഇതൊക്കെ കാണുന്നുണ്ട്. ശരിയാ ഡോക്ടർ, അതെനിക്കും അറിയാം. എന്നെ പോലെയുള്ള ചെറുപ്പക്കാര് ഇതിനിടയിൽ കിടന്ന് ശ്വാസം മുട്ടുകയും നട്ടം തിരികുകയും ചെയ്യുന്നത്. ഇവിടെ സൈക്കാട്രിസ്റ്റിനെ കാണാൻ വരുന്ന ആൾക്കാരിൽ കൂടുതലും ഇപ്പൊ തന്റെ പ്രായത്തിലുള്ള ചെറുപ്പക്കാരാ. കുടുംബത്തിലെ പ്രശ്നങ്ങളാ. ഈ കുടുംബത്തിലെ പ്രശ്നങ്ങൾ അവരെ വല്ലാതെ അങ്ങ് വേദനിപ്പിക്കും. ഏതായാലും ഇത് മൂടി വെക്കണോ വേണ്ടയോ എന്നൊക്കെ നമ്മളൊന്ന് ആലോചിച്ചേ പറ്റൂ. ഇത് ഏതെങ്കിലും ഒരു ദിവസം പുറത്ത് പറയേണ്ടി വരും. പക്ഷെ അപ്പോഴേക്കും ചിലപ്പം കാര്യങ്ങൾ കൈവിട്ടു പോയിന്നും വരാം. നയനോട് ഒരിക്കലും അമ്മേനെ സഹായിക്കണം ഞാൻ പറഞ്ഞിട്ടില്ല ഡോക്ടർ, അതൊക്കെ അറിയാം. പക്ഷെ ആ കുട്ടിയുടെ മനസ്സ് എന്താണെന്ന് ദേവയാനിക്ക് മനസ്സിലായിട്ടില്ല. അതാണ് അതിശയം. നയന എന്ന പേര് കേൾക്കുന്നത് പോലും ആ സ്ത്രീക്ക് ഇഷ്ടമല്ല. അത്രയ്ക്ക് ദേഷ്യമാ. ജയൻ സാറിന് അതിന് വലിയ വിഷമമുണ്ടെന്നൊക്കെ എനിക്കറിയാം. തന്റെ അമ്മ നയനയെ തിരിച്ചറിയുന്നത് അവരുടെ വാർദ്ധക്യത്തിലായിരിക്കും. അന്ന് തിരിച്ചറിഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പോഴേക്കും ഒരമ്മായിമ്മ മരുമകൾക്ക് കൊടുക്കേണ്ട സ്നേഹത്തിന്റെ വലിയൊരു പങ്ക് നയനയ്ക്ക് നഷ്ടമാകുന്നു മാത്രം. ഏതായാലും കാര്യങ്ങളൊക്കെ മുന്നോട്ടേക്ക് പോട്ടെ. ഇനിയിപ്പം രോഗിയെ രക്ഷിക്കുക എന്നുള്ളതല്ലാതെ ഞങ്ങൾക്ക് വേറൊന്നും പറയാൻ പറ്റില്ലല്ലോ. പിന്നെ അമ്മയോ അനിയത്തിയോ എങ്കിലും നയനയുടെ കാര്യം പറയണം. സർജറി നടക്കുന്നതിന് മുമ്പ് അവരോടെങ്കിലും കാര്യം പറഞ്ഞില്ലെങ്കിൽ ശരിയാവില്ല. അങ്ങനെ നിയമങ്ങളൊക്കെ ഉള്ളതാണ്. അമ്മയോട് പറയാതെ ഒരു കാര്യവും ചെയ്യുന്നത് ശരിയല്ലല്ലോ. അതുകൊണ്ട് തന്നെ നയനോട് പറയണം, അമ്മയോട് പറയണം, അനിയത്തിയോട് പറയണമെന്ന്. അച്ഛന് പേഷ്യന്റ് ആണെ ഓക്കെ, അതങ്ങ് വിട്ട് കളഞ്ഞേരെ എന്നിങ്ങനെ പറഞ്ഞു. അപ്പോഴത്തേക്കും നമ്മുടെ ആദർശ് അങ്ങ് ഇറങ്ങി പോയി കേട്ടോ. അപ്പൊ ആദർശ് നേരെ കനകദുർഗേനെ വിളിക്കുകയാണ്. അങ്ങനെ കനകദുർഗ ഫോൺ എടുത്തിട്ട്, മോനെ എന്താ മോനെ? അത് പിന്നെ അമ്മ ഹോസ്പിറ്റലിലേക്ക് ഒന്ന് വരണം എത്രയും പെട്ടെന്ന്. എന്ത് പറ്റി മോനെ? എന്താ പറ്റിയത്? അത് പിന്നെ അമ്മയ്ക്ക് കുറച്ച് കൂടുതലാ, അതുകൊണ്ട് അച്ഛനെയും കൊണ്ട് വന്നാല് നന്നായിരിക്കും. ശരി മോനെ, ഞാന് അങ്ങോട്ട് വരാം, ഞങ്ങൾ ഉടനെ തന്നെ അങ്ങോട്ടേക്ക് വരാം.
എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യാണ് കേട്ടോ. അപ്പൊ നന്ദി ചോദിച്ചു, എന്താ എന്താ പറ്റിയത്? അത് പിന്നെ ആദർശ് മോന്റെ അമ്മയ്ക്ക് കുറച്ച് കൂടുതലാണെന്ന്, ഹോസ്പിറ്റലിലേക്ക് ചെല്ലാനാ പറഞ്ഞത്. എങ്കിൽ പിന്നെ നമുക്ക് അങ്ങോട്ടേക്ക് പോയാലോ അമ്മേ? ഗോവിന്ദേട്ടനെ കൂട്ടി ചെല്ലാനാ പറഞ്ഞത്. എത്രയും പെട്ടെന്ന് നമുക്ക് വീട്ടിലെത്തണം, എന്നിട്ട് അച്ഛനെയും കൂട്ടിക്കൊണ്ട് പോകാം. അസുഖമൊക്കെ കുറഞ്ഞതാണല്ലോ അമ്മേ. പിന്നെ എന്താ പറ്റിയത്? എന്താ സംഭവിച്ചെന്നൊന്നും അറിയില്ല. ആദർശ് മോന്റെ സംസാരത്തില് നല്ല ഇടർച്ചയുണ്ട്. എന്തെങ്കിലും സീരിയസ് ആയിരിക്കും. എന്തെങ്കിലും കാര്യമില്ലാതെ ആദർശേട്ടൻ ഇങ്ങനെ വിളിക്കില്ലമ്മേ. അതുകൊണ്ടായിരിക്കും പെട്ടെന്ന് നമ്മളോട് അങ്ങോട്ടേക്ക് ചെല്ലാൻ പറഞ്ഞത്. ഏതായാലും ഞാൻ നയനമോളെ ഒന്ന് വിളിക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ നയനയെ വിളിച്ചപ്പോഴത്തേക്ക് നയനോട്ട് ഫോൺ എടുക്കുന്നുമില്ല കേട്ടോ. പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാൽ കനകദുർഗയും ഗോവിന്ദനും കൂടെ ഹോസ്പിറ്റലിൽ എത്തുക. അങ്ങനെ ആദർശിന്റെ അടുത്ത് എന്നിട്ട്, എന്താ മോനെ, എന്താ പറ്റിയത്, എന്തിനാ ഞങ്ങളോട് പെട്ടെന്ന് വരാൻ പറഞ്ഞതെന്ന് ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോഴത്തേക്കും ആദർശന് ഇത് എങ്ങനെ പറയണമെന്നൊന്നും അറിയില്ല. പിന്നെ നമ്മുടെ നയന പറഞ്ഞായിരുന്നു, അമ്മ അറിഞ്ഞാലും അച്ഛൻ ഒരു കാരണവശാലും അറിയരുത് എന്ന്. അപ്പൊ അതുകൊണ്ട് തന്നെ ഗോവിന്ദനോട് പറയാനും പറ്റത്തില്ലാത്തൊരവസ്ഥ. അപ്പം ഗോവിന്ദൻ അറിയാതെ വേണം ഇതൊക്കെ നമ്മുടെ കനകദുർഗയോട് പറയാന്. അപ്പൊ ആ കാര്യം ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോ ഗോവിന്ദൻ ചോദിക്കുക, എന്താ ആലോചിക്കുന്നത്? അത് പിന്നെ അമ്മയ്ക്ക് ലിവർ സംബന്ധമായ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, ലിവർ മാറ്റി വെക്കണമെന്നാ പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞു. ഇത് കേട്ടതും ദേവയാനി ഗോവിന്ദനും ഞെട്ടിപ്പോവുകയാണ് കേട്ടോ. പെട്ടെന്ന് ഷോക്കായി പോയിട്ടോ. കാരണം ഈ ഒരു കാര്യമൊക്കെ കേൾക്കുമ്പോൾ ഷോക്ക് ആവൂലോ. അപ്പോഴത്തേക്കും ദേവയാനി അല്ല കനകദുർഗ ചോദിച്ചു, അല്ല എന്നിട്ട് എന്താ പറ്റിയത്? അല്ല മോനെ, നയനമോളെ ഞാൻ കണ്ടില്ല, നയനമോളെ ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നില്ല. അത് പിന്നെ അവള് പുറത്തേക്കോ മറ്റു പോയോന്നൊന്നും അറിയില്ല. രാവിലെ മുതൽ ഞാൻ വിളിച്ചോണ്ടിരിക്കുക, അവളെ കിട്ടുന്നതേ ഇല്ല. നയന മൊബൈൽ എടുത്തിട്ടില്ല, മൊബൈൽ റൂമിൽ ഇരിക്കുക. ഞങ്ങളും അതിരാവിലെ ഈ സംഭവം അറിയുന്നത്. അപ്പൊ തന്നെ ഇങ്ങോട്ടേക്ക് വരുമായിരുന്നു. ഓഹോ, അത് ശരി. അപ്പം ഗോവിന്ദൻ പറഞ്ഞു, മോന്റെ അമ്മയെ ഇതുവരെ കാണാൻ പറ്റിയില്ല, ഒന്ന് കാണാൻ പറ്റുമോ? അത് പിന്നെ നയനയുടെ അച്ഛനും അമ്മയും ആയതുകൊണ്ട് തന്നെ ഡോക്ടറെ കാണാൻ സമ്മതിച്ചേക്കും. പക്ഷെ അമ്മ വൈലന്റ് ആകുമോന്നറിയില്ല. പിന്നെ ബ്ലഡ് കൊടുത്തത് നയനയാണല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഡോക്ടർ നിങ്ങളെ കാണാൻ സമ്മതിക്കും. ഒരു സ്നേഹം നയനയോട് ഡോക്ടേഴ്സിനൊക്കെ ഉണ്ട്. പിന്നെ ഇതുവരെ അമ്മയും അറിഞ്ഞിട്ടില്ല രക്തം കൊടുത്തത് നയനയാണെന്ന്. അത് പറയാതിരിക്കുന്നത് തന്നെയാ മോനെ നല്ലത്. ഒരു കണക്കിന് അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ദേവയാനി വല്ലാണ്ടങ്ങ് വേദനിക്കും. പിന്നെ ഓപ്പറേഷൻ നടക്കാൻ പോലെ, അതിനു മുമ്പ് മോന്റെ അമ്മേനെ ഒന്ന് കണ്ടാൽ കൊള്ളാന്നുണ്ട്. അതിനിപ്പോ എന്താ, നമുക്ക് കയറി കാണാം. അപ്പം കനകദുർഗ ചോദിച്ചു, അല്ല മോൻ അമ്മേനെ കയറി കണ്ടായിരുന്നോ? അല്ല, ലിവർ മാറ്റി വെച്ചാല് പിന്നെ പ്രശ്നമൊന്നുമില്ലല്ലോ. അത് പൂർണ്ണമായിട്ടൊന്നും അറിയില്ല, മാരകമായ വിഷമം ഉള്ളിൽ ചെന്നിരിക്കുന്നത്. മൊത്തത്തിൽ അതൊന്ന് ശരിയായി വരുമായിരുന്നു, അതിനിടയ്ക്കാ വീണ്ടും കുഴപ്പങ്ങൾ ഉണ്ടായത്. നിങ്ങൾ കയറി കാണാമെന്ന് പറയുകയാണ്. അങ്ങനെ നമ്മുടെ ആദർശ് കനകദുർഗേനെയും ഗോവിന്ദനെയും ആയിട്ട് അകത്തേക്ക് ചെല്ലുകയാണ് കേട്ടോ. അകത്തേക്ക് ചെന്നാൽ പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പോഴത്തേക്കും നമ്മുടെ ദേവയാനി പറഞ്ഞു, എന്തിനാ ഇപ്പൊ നിങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നത്? നിങ്ങളുടെ മകള് ഈ റൂമിലേക്ക് വന്നിട്ടില്ല, ഇവളീ പുറത്തൊക്കെ ചുറ്റി കറങ്ങുന്നുണ്ടായിരിക്കും, പക്ഷെ ഇങ്ങോട്ടേക്ക് കേറിയിട്ടില്ല. പിന്നെ എനിക്ക് കാണണ്ടാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അവളുടെ മുഖം എനിക്ക് അത്രയ്ക്ക് വെറുപ്പാ. പിന്നെ അവളോടുള്ള വെറുപ്പ് നിങ്ങളോട് കാണിക്കാതിരിക്കുവോ? നിങ്ങളല്ലേ അവളെ ജനിപ്പിച്ചത്. അത്രത്തോളം വെറുപ്പാ എനിക്ക് നിങ്ങളോടുള്ളത്. എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നത് എന്നെ കാണാനേ? എന്റെ പ്രഷർ കൂട്ടാനോ? അതോ ഇത് കണ്ട് രസിക്കാനോ? അല്ല, അത് പിന്നെ ദേവയാനിനെ ഒന്ന് കാണണമെന്ന് തോന്നി, അതും കൊണ്ടാ ഞങ്ങള് വന്നത്. ഓ, വലിയ ഓപ്പറേഷൻ ഒക്കെ നടക്കാൻ പോവല്ലേ? പിന്നെ കാണാൻ പറ്റിയില്ലെങ്കിലോ, അതായിരിക്കും അല്ലേ വന്നത്. മനസ്സിലായി. ജീവിച്ചിരിക്കുന്ന എന്റെ മുഖം മനസ്സിൽ പതിപ്പിക്കാനായിട്ട് വന്നതായിരിക്കും. മരിച്ചുപോയാൽ പിന്നെ പറ്റില്ലല്ലോ. അപ്പോഴത്തേക്ക് ഗോവിന്ദ് ചോദിച്ചു, എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഇങ്ങനെ എനിക്ക് പറയാൻ പറ്റൂ. എന്നെ ഈ പരുവത്തിൽ ഇങ്ങനെ ഇവിടെ കിടത്തിയതേ നിങ്ങളുടെ മോളാ. അപ്പൊ പിന്നെ ഇതല്ലാതെ പിന്നെ ഞാൻ എന്താ നിങ്ങളോട് പറയേണ്ടത്? എന്റെ ജീവിതം, എന്റെ ജീവനും ഒക്കെ നശിപ്പിക്കുന്നത് അവളാ എന്ന് പറഞ്ഞിട്ട് ആ ഒരു സീൻ കാണിച്ചിട്ടാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. കാത്തിരുന്ന് തന്നെ കാണാം എന്തൊക്കെയാ സംഭവിക്കാൻ പോകുന്നത്. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക. എല്ലാവർക്കും വീണ്ടും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ബൈ ബൈ.